Yes, good afternoon. Yes, Rashmi Mohan. Yes, let us start. Okay, let us start. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹൗ ടു യൂസ് റിലേറ്റീവ് പ്രോനൗൺ. വിച്ച് എന്ന് പറയുന്നതിൻ്റെയും ഹൂ എന്ന് പറയുന്നതിൻ്റെയും റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് വരുന്ന വേറെ വേർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വെൻ വരാം, വെയർ വരാം, വൈ വരാം. ഇതെല്ലാം റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് വരാനായിട്ട് വരുന്ന വാക്കുകളാണ് എന്നും കൂടി നമ്മൾ പറഞ്ഞാൽ നിർത്തിയത്. ഇതവിടെ നിർത്തേ. ഇനി അവിടെ വേറൊരു കാര്യം ചോദിക്കുകയാണ്. ഓക്കെ അനുശാന്തി, ഗുഡ് ആഫ്റ്റർനൂൺ. ലക്ഷ്മി മോഹൻ. ഞാനൊരു മലയാളത്തിൽ ഒരു വാചകം പറയുന്നു. വാചകം ഇതാണ്: ഏതെങ്കിലും ഒരു ഡോക്ടറോട് ലക്ഷ്മി പറയേണ്ടി വന്നു എന്ന് വിചാരിച്ചു. ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാണ് എന്ന് ഒരു ഡോക്ടറോട് പറയേണ്ടി വന്നു. അതങ്ങനെ ഇംഗ്ലീഷിൽ പറയും. ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാണ്. As a doctor, you are failure. you are failure. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം അവിടെ ഉപയോഗിച്ച വേർഡ് ആസ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചു. ആസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. ആസ് എന്ന് പറയുന്ന വേർഡിന് എന്ന നിലക്ക് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ആസ് എ ഡോക്ടർ യു ആർ ഫെയിലിയർ. യെസ്, അനുമോൾ കെ. അനുമോൾ കെ. യെസ്, നിത. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങളൊക്കെ വന്നിട്ടൊന്ന് പോയോ? Yes, sir. വെരി ഗുഡ്. അപ്പൊ ഷാബിനോട് കാര്യം ചോദിക്കാം. ഷാബിന, ഇപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞു, അപ്പൊ ഷാബിനെ കേൾക്കാത്തതുകൊണ്ട് ഞാൻ ഷാബിനോട് ചോദിക്കുകയാണ്. ഒരു ഡോക്ടറോട് ഷാബിനേക്ക് പറയേണ്ടി വന്നൊരു വാചകമാണ്: ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാണ്. അങ്ങനെ പറയേണ്ടി വരാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓഫീസർ എന്ന നിലക്ക് അങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം. ഇവിടെ നമ്മൾ ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാണ്. പരാജയം എന്ന് പറയുന്നത് ഫെയിലിയർ, ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ. Okay, what? As a doctor. As a doctor, you are failure.
ഫെയിലിയർ അവിടെ നിൽക്കുന്നത്. അപ്പൊ എന്ന നിലക്ക് എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് നമ്മളോട് ഉപയോഗിച്ച വേർഡ് പ്രിപ്പോസിഷൻ ആണ് ആസ്. ഞാൻ വേറൊരു ഷാബിനോട് പറയും, സഹോദരിയുമായിട്ടുള്ള വഴക്കിന്റെ ഒടുവില് ലാസ്റ്റ് ഷാബിന് സഹോദരിയോട് പറയണം, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. ചെയ്യുക എന്നുള്ളതിന് ഡു, ഇഷ്ടം എന്നുള്ളതിന് ലൈക്ക്. നീ പറഞ്ഞു. Do you Do as you please? as you please, അല്ലേ? Do you, yes, do you ആണ്, do it as you like, നിന്റെ ഇഷ്ടം പോലെ ചെയ്യപ്പ. ആസ് എന്ന് പറയുന്ന വേർഡിന് എന്നർത്ഥം കൂടി ഉണ്ട്, പോലെ എന്നർത്ഥം കൂടി വന്നു. യെസ്, പോലെ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ആസ് എ, ഡു ആസ് യു ലൈക്ക്, ആസ് യു ലൈക്ക് നിന്റെ ഇഷ്ടം പോലെ, ആസ് യു തിങ്ക് നീ ചിന്തിക്കുന്നത് പോലെ. യെസ്, അനുഷാദി. യെസ് സർ. അവൾ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു. അവർ വിളിച്ചത് അല്ല, അവർന്നായിക്കോട്ടെ, കുഴപ്പമില്ല. അവർ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു. വിളിക്കാന്നുള്ളതിന് കോൾ, വന്നു എന്നുള്ളതിന് കെ. യെസ്, അവർ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു. പറയാം, നീ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ പോയി എന്ന് പറയൂല, എന്ന് പറയുന്ന പോലെ അവർ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ പാസ്സായി, അങ്ങനെയൊക്കെ പറയേണ്ടി വരികയാണെങ്കിൽ പറഞ്ഞോട്ടെ, തെറ്റിക്കോട്ടെ, പോന്നോട്ടെ. We call me, I will come. അല്ലേ? അപ്പൊ നമുക്കൂടെ നോക്കാം. അവൾ വിളിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അവർ വിളിച്ചത് കൊണ്ട്. അപ്പൊ അവർ വിളിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ നമുക്ക് പറയാം they called. വിളിച്ചത് കൊണ്ട്, ആ കൊണ്ട് എന്നുള്ളതിനും ആസിനെ ഉപയോഗിക്കും. ആസ് they called, അവൾ വിളിച്ചത് കൊണ്ട് I came, ഞാൻ വന്നു. അവർ വിളിച്ചത് കൊണ്ട് as they called I came. അത് നമുക്ക് വേറെ രീതിയിൽ പറയാം. നീ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. ആസ് യു ഇൻവൈറ്റഡ്, INVITED, നീ ക്ഷണിച്ചത് കൊണ്ട് ഐ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ബർത്ത്ഡേ ഫംഗ്ഷൻ, ഞാൻ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. യെസ്, ആസ് യു ടോട്ട്, നീ പഠിപ്പിച്ചത് കൊണ്ട് ഐ പാസ്ഡ് ദി എക്സാമിനേഷൻ, ഞാൻ പരീക്ഷ പാസ്സായി. യെസ്, അപ്പോ ആസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷന് ലക്ഷ്മി ആദ്യം പറഞ്ഞ കൊണ്ട് എന്ന പോലെയും ഷാബിന പറഞ്ഞ പോലെ എന്ന പോലെയും ഇപ്പോൾ പറഞ്ഞ എന്ന നിലക്ക് എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. ഈ മൂന്ന് അർത്ഥത്തിലും ആസ് എന്ന് പറഞ്ഞ പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. യെസ്, അത് ഓർത്തിനാ മതി. അടുത്തത് മെഹ്റുന്നീസ. യെസ്, അജ്മല. സീമ. ഓക്കെ, ഞാൻ വേറൊരു വാചകം പറയുന്നു. നീ വിളിക്കുമ്പോൾ ഞാൻ വരും, നീ വിളിക്കുമ്പോൾ ഞാൻ വരും. As you call, I will come. ഒന്നുകൂടി പറഞ്ഞേ. As you call, I will come. ചെറിയൊരു കുഴപ്പമില്ല പറ്റി. നീ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നതാണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ചെയ്യാം. നീ വിളിക്കുമ്പോൾ ഞാൻ വരും. നീ വിളിക്കുമ്പോൾ ആ എൽ എന്ന് വരില്ലേ, അതിന് ചേർക്കേണ്ടത് വെൻ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ. എന്താണ് വെൻ? നീ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്, വിളിക്കാൻ പോകുന്നുണ്ടോ? വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കരുത്, പ്രസന്റ് ടെൻസ് ഉപയോഗിക്കരുത്. വെൻ യു കോൾ, നീ വിളിക്കുമ്പോൾ.
When When you you call. touch, നീ സ്പർശിക്കുമ്പോൾ. When you pray, നീ പ്രാർത്ഥിക്കുമ്പോൾ. When you eat, നീ ഭക്ഷണം കഴിക്കുമ്പോൾ. അത് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാല് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അർത്ഥത്തിൽ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നീ വിളിക്കുമ്പോൾ ഞാൻ വരും. When you call, I will come. I will come. I will come. ഞാൻ വരും. ഞാൻ അതൊന്ന് മാറ്റുകയാണ്. നീ വിളിച്ചപ്പോൾ ഞാൻ വന്നു. അങ്ങനെയാണെങ്കിലോ? നീ വിളിക്കുമ്പോൾ ഞാൻ വരും എന്നുള്ളത് പറഞ്ഞു. നീ വിളിച്ചപ്പോൾ ഞാൻ വന്നു. അപ്പൊ വിളിച്ചു കഴിഞ്ഞു, ഞാൻ വരികയും ചെയ്തു. യെസ്. അപ്പൊ എന്ത് വരും? അപ്പൊ ആ കോൾ വിളിക്കാന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് പറയണം. When you call, When you called, I came. I came. I came. When you called, I came. Yes. When you called, I came. നീ വിളിച്ചപ്പോൾ ഞാൻ വന്നു. Yes. നമുക്ക് ഇഷ്ടപ്പെട്ട വേറൊരു എക്സാമ്പിൾ വേറെ പറഞ്ഞ് സ്വന്തമായിട്ട്. എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ സാമ്പത്തികമായി ഉയർന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടായി. നമുക്ക് പറയാം, when I got job, I became financially independent. അതിന് ലെങ്ത് ആയിപ്പോയി, കുഴപ്പമില്ല, അത് പോട്ടെ. നമുക്ക് ചെറിയ വാചകം പറയാം. അവർ പൈസ തന്നപ്പോൾ ഞാൻ കാറ് വാങ്ങി. അവർ പൈസ തന്നപ്പോൾ ഞാൻ കാറ് വാങ്ങി. യെസ്. എങ്ങനെ പറയാൻ പറ്റും ലക്ഷ്മി? I bought a car when our cash തന്നു. അവർ ക്യാഷ് തന്നു. When they ഗേവ് മണി. ഗിവ് അല്ല, ഗിവ് പ്രസന്റൻസ് ആണ്. തന്നു കഴിഞ്ഞല്ലേ, അപ്പൊ അതിന്റെ പ്രസൻസ് പറയാം. When they gave money, I bought a car. ഞാൻ എന്ത് കഴിച്ചു? ഒരു കാർ. Yes, very good. When they gave money, okay, Shabina, I bought a car. Yes, Shabina. Yes, sir. വേറൊന്നും പറയില്ല. ഞാൻ പഠിച്ചെങ്കിലും ഞാൻ പാസ്സായില്ല. ഞാൻ പഠിച്ചെങ്കിലും ഞാൻ പാസ്സായില്ല. അപ്പൊ നമ്മളിപ്പോ കൊണ്ട് എന്ന് പറഞ്ഞു, എന്ന നിലക്ക് പറഞ്ഞു, പോലെ പറഞ്ഞു, പോൾ എന്നുള്ള എൽ വരുന്ന രീതിയിൽ പറഞ്ഞു. യെസ്, ഇത് അപ്പൊ പറയണത് ഞാൻ പഠിച്ചെങ്കിലും ഞാൻ പാസ്സായില്ല. Even though I studied, I did not pass. കറക്റ്റാണ്. അപ്പൊ അതിന് ഈവൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അവിടെ പഠിച്ചു എങ്കിൽ പോലും എന്ന് വരും, പഠിച്ചെങ്കിലും. അപ്പൊ ദോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. DHOUGH, ദോ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം എന്താണ്? എങ്കിലും. അപ്പൊ ദോ ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചെങ്കിലും. ദോ യു ഗേവ് മീ മണി, നീ എനിക്ക് പണം തന്നെങ്കിലും. ദോ ഐ ക്ലീൻ ദിസ് റൂം, ഞാൻ മുറി വൃത്തിയാക്കിയെങ്കിലും. ദോ ഐ യൂസ്ഡ് മൊബൈൽ ഫോൺ, ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എങ്കിൽ എങ്കിലും എന്നുള്ളതിൽ എന്ത് ഉപയോഗിച്ചാൽ മതി? ദോ എന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. യെസ്, ഞാനും ശാന്തി. ഓക്കെ. നീ വരികയാണെങ്കിൽ ഞാനും വരും. നീ വരികയാണെങ്കിൽ ഞാനും വരും. ഞാനും എന്നുള്ളത് ഞാൻ എന്തായാലും കുഴപ്പമില്ല. നീ വരികയാണെങ്കിൽ ഞാൻ വരും. നീ എന്നുള്ളതിന് യു, വരിക എന്നുള്ളതിന് കം, ഞാൻ എന്നുള്ളതിന് ഐ, വരിക എന്നുള്ളതിന് കം. ഓക്കെ, എല്ലാ വാക്കും പറഞ്ഞിട്ടുണ്ട്. നീ വരികയാണെങ്കിൽ ഞാൻ വരും.
You will come. ആ Mm, must you, ഓക്കെ മോളെ, യു വിൽ കം. you will come. I will. I I will will. there. ഐ വിൽ ബി ദയർ അല്ലേ? Ah, ഐ വിൽ ബി ദയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അവിടെ ഉണ്ടാകും എന്നാണ്. വേറെവർ യു ഗോ ഐ വിൽ ബി ദയർ. ഒരു മോഹൻലാലിന്റെ സിനിമയിലെ ഒരു ചെരുപ്പിന്റെ ക്യാപ്ഷൻ പറയുന്ന വാചകമാണ്. വേറെവർ യു ഗോ ഐ വിൽ കം, ഐ വിൽ ബി ദയർ. ഓക്കെ ഷാബിന, നമുക്ക് പറയാം. അതിന്റെ അടുത്ത് അനുഷാദിക്ക് ഒരു വാക്ക് വിട്ടുപോയി. ഇഫ് എന്ന് പറയുന്ന വാക്കാണ്. നേരത്തെ എൽ പോൾ എന്നൊക്കെ വന്നപ്പോ നമ്മൾ വെൻ ചേർത്തില്ലേ, അതുപോലെ നീ വരികയാണെങ്കിൽ ആ ഇൽ എന്ന് വരുന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇഫ് എന്ന് ചേർക്കാം. ഇഫ് യു കം, നീ വരികയാണെങ്കിൽ. ഇഫ് യു സ്റ്റഡി, നീ പഠിക്കുകയാണെങ്കിൽ. ഇഫ് യു കുക്ക് ബിരിയാണി, നീ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ. ഇഫ് യു റീച്ച് ദയർ ഓൺ ടൈം, നീ കൃത്യസമയത്ത് അവിടെ എത്തുകയാണെങ്കിൽ. ആ ഇൽ എന്ന് വരുന്ന എല്ലാ സ്ഥലത്തും ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണം. ഇഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് വിവിധങ്ങളായ പ്രിപ്പോസിഷനെ കുറിച്ചാണ്. അപ്പൊ അതിനകത്ത് ആസ് എന്ന് പറഞ്ഞു, അതിനോടൊപ്പം തന്നെ വെൻ പറഞ്ഞു, ദോ പറഞ്ഞു, പിന്നെ ഇഫ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ ഇത്രയും പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. യെസ്, ഇഫ്. ഓക്കെ, ഞാനിനി ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു മലയാളം 2-3 വാചകങ്ങൾ പറയണം. നിങ്ങൾ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. യെസ്, മലയാളത്തിൽ എഴുതിയാൽ മതി. ഇതാ, പ്രിയമുള്ള കൂട്ടുകാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, ഞാനൊരു കഥ പറയട്ടെ. ഞാനൊരു കഥ പറയട്ടെ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. ഇതൊരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. സാധാരണ മനുഷ്യന്റെ കഥയാണ്. ഒരു പക്ഷേ നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും. ഈ കഥയ്ക്ക് എൻ്റെ ജീവിതവുമായി ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഇഷ്ടപ്പെടുന്നത്. ഇതുവരെ ഞാൻ കഥ പറഞ്ഞില്ല. ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ്. ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ്. യെസ്, ഞാൻ ചെറിയൊരു പാരഗ്രാഫാണ് പറഞ്ഞത്. യെസ്,
ഇതൊന്ന് ഇംഗ്ലീഷിലോട്ട് ആക്കുക. താല്പര്യം. അതെ, ഇൻട്രസ്റ്റിന് താല്പര്യം. യെസ്. എത്തിക്കോട്ടെ, നോ പ്രോബ്ലം. യെസ്. പ്രിയമുള്ള കൂട്ടുകാരെ, ഞാനൊരു കഥ പറയട്ടെ. യെസ്. തെറ്റിയാലും കുഴപ്പമില്ല. അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഒരു പാരഗ്രാഫൊക്കെ എനിക്ക് ശരിയാക്കാൻ പറ്റുമല്ലേ എന്നൊരു കോൺഫിഡൻസ് വരുന്നത്. കഴിയുമ്പോ പറഞ്ഞാൽ മതി.
ലക്ഷ്മി മോഹൻ. കഴിഞ്ഞില്ല. കഴിയണ്ട, നമുക്ക് പയ്യെ ആരംഭിക്കാം. കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഞാൻ വായിക്കാം, നോക്കിയാൽ. പ്രിയമുള്ള കൂട്ടുകാരെ, പറഞ്ഞേ. ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ. ഡിയർ ഫ്രണ്ട്സ്, ഞാനൊരു കഥ പറയട്ടെ. ഐ വിൽ ടെൽ എ സ്റ്റോറി. ഓക്കെ, നമ്മുടെ ചെറിയൊരു കറക്ഷൻ വരാം. ഐ വിൽ ടെൽ എ സ്റ്റോറി. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു കഥ പറയട്ടെ എന്നാണ്. ഞാനൊരു കഥ പറയട്ടെ എന്ന് പറയുമ്പോൾ അതിനൊരു ആൻസർ ഉണ്ട്. യെസ്, കഥ പറയൂ. നോ, കഥ പറയണ്ട. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനൊന്ന് ചോദ്യമാക്കണം. അപ്പൊ ആ ബില്ല് എന്നുള്ളത് ആദ്യം പറയുമ്പോൾ ശരിയാണ്. ഓക്കെ. പിന്നെ കുറച്ചുകൂടി ഭംഗിയാവണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നത് ഐ അല്ലേ? ഐയുടെ കൂടെ ബില്ലിനേക്കാളും നല്ലത് എന്താണ്? ഷാലാണ്. ഷാല് വെച്ചിട്ട് പറഞ്ഞു നോക്കി. ഓക്കെ, മോളെ. Shall I tell a story? അല്ല, ഇപ്പൊ പറയുമ്പോ തന്നെ ഒരു ഭംഗിയിലേക്ക് കേൾക്കുമ്പോ തന്നെ shall I tell a story? ഞാനൊരു കഥ പറയട്ടെ. എവിടെയെങ്കിലും കുറെ പേരൊപ്പം നിൽക്കണം. അപ്പൊ നേരത്തെ ഒന്ന് ലക്ഷ്മിക്ക് പോണം. ലക്ഷ്മിക്ക് എന്ത് പറയാം? shall I go? ഞാൻ പോയിക്കോട്ടെ. അപ്പൊ വേറൊരു സ്ഥലത്ത് അവരുടെ ഒരു സംഗതി അത് ഉപയോഗിക്കണം. shall I use it? ഞാനത് ഉപയോഗിച്ചോട്ടെ. അപ്പൊ shall ആദ്യം വന്നു കഴിയുമ്പോൾ അതൊരു പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ട് മാറും. യെസ്, അപ്പൊ നമുക്ക് പറയാം, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഡിയർ ഫ്രണ്ട്സ്, ഞാനൊരു കഥ പറയട്ടെ. shall I tell a story? ഈ കഥ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. യെസ്, You must like the story. യെസ്, യു മസ്റ്റ് ലൈക്ക് ദി സ്റ്റോറി. മസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തെറ്റല്ല. മസ്റ്റ് എന്ന് പറയുന്ന വേർഡ് എപ്പോഴും നിർബന്ധം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മസ്റ്റ്. എക്സാമ്പിൾ പറയാം. രാവിലെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോ യു മേ കം അറ്റ് 5 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിയാകുമ്പോ വരണം കേട്ടോ എന്നാണ്. നേരെ മറിച്ച് യു മസ്റ്റ് കം അറ്റ് 5 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് വന്നേ തീരൂ എന്നുള്ളതാണ്. മസ്റ്റ് എപ്പോഴും കാണിക്കുന്നത് എന്താണ്? നിർബന്ധമായിട്ട് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന സ്ഥലത്താണ് മസ്റ്റ് കയറി വരുന്നത്. അപ്പൊ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ തീരൂ എന്നാണെങ്കിൽ നമുക്ക് മസ്റ്റ് വേണമെങ്കിൽ പറയാം. ഓക്കെ, മനസ്സിലാക്കി പോകാം. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞില്ല, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിമ്പിൾ ഫ്യൂച്ചറിൽ അങ്ങനെ പറഞ്ഞാൽ മതി. യു വിൽ ലൈക്ക് ദിസ് സ്റ്റോറി. യു വിൽ ലൈക്ക് സ്റ്റോറി. ഓക്കെ, ലക്ഷ്മി, വെരി ഗുഡ്, വെരി ഗുഡ്. എത്രയുണ്ട്? ഓക്കെ, സീമ. സീമ. Yes, sir. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ബാലൻസ് നോക്കാം. തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ് എന്ന് പറയും. സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഓർഡിനറി മാൻ എന്ന് പറയാം. ശരിയല്ലോ? This story was a ordinary man. ഓക്കെ. അപ്പൊ സംഗതി കറക്റ്റ് ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് മാത്രം പറ്റുള്ളൂ. വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയിരുന്നു എന്നർത്ഥം. ആയിരുന്നു. അപ്പൊ ഇതൊരു സാധാരണ മനുഷ്യന്റെ കഥയായിരുന്നു എന്നായിപ്പോയി. ആയിരുന്നു എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോഴും ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. അപ്പൊ ആകുന്നു എന്ന് വേണം. സാധാരണ മനുഷ്യന്റെ കഥയാകുന്നു. ആകുന്നു എന്നുള്ളതിന് ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആറ്. അപ്പൊ ആ വാസ് മാറ്റിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിനൊരു വാക്ക് ചേർത്താൽ മതി. അപ്പൊ എന്ത് വരും? The story is a ordinary. The story is a ordinary man. ordinary man. അത് തന്നെ നമുക്കൊന്നൊരു ഭംഗിയേക്കാം. ഇതൊരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. ദിസ് ഈസ് ദ സ്റ്റോറി. ദിസ് ഈസ് ദ സ്റ്റോറി. ഇതൊരു കഥയാകുന്നു. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ആൻ ഓർഡിനറി മാൻ. ഒരു സാധാരണ മനുഷ്യൻ. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ആൻ ഓർഡിനറി മാൻ. അടുത്തത്, ഒരു പക്ഷേ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ ഇംഗ്ലീഷിൽ ഒരു പെർഹാപ്സ് അല്ലെങ്കിൽ മേ ബി, എന്ത് വേണമെങ്കിൽ ഉപയോഗിച്ചു. മേ ബി നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാകും.
നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാകും. ആ നിങ്ങൾ ഇത് ഉണ്ടാകും എന്ന് വരുമ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻഷൻ അവിടെ കയറി വന്നെ. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, പിന്നെ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ കയറി വരുന്നത്. പെർഹാപ്സ്, ഒരു പക്ഷേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. യു വിൽ ഹാവ്, ഹിയർ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹേർഡ്, യു വിൽ ഹാവ് ഹേർഡ് ഇറ്റ്. ഇതൊരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. യു വിൽ ഹാവ് ഹേർഡ് ഇറ്റ്. ഇനി അടുത്ത് പറയുന്നു, ഈ കഥയ്ക്ക് എന്റെ ജീവിതവുമായി ഒരു ബന്ധമുണ്ട്. പറഞ്ഞോ സീമ. The story was connecting with my life. യെസ്, കറക്റ്റ്. യെസ്, അവിടെ നമുക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള പകരം ഇപ്പോഴും ബന്ധമുണ്ടെന്നുള്ളതിന് ഈസ് ഉപയോഗിച്ച് പറഞ്ഞാൽ ഇപ്പോഴും അത് തന്നെയാണ്. ദ സ്റ്റോറി ഈസ് കണക്റ്റഡ് Is connected വിത്ത് മൈ ലൈഫ്. ദ സ്റ്റോറി ഈസ് കണക്റ്റഡ് വിത്ത് മൈ with ലൈഫ്. my life. ഇനി അതല്ല, നമുക്ക് വേറൊരു രീതിയിലും പറയാം. ദ സ്റ്റോറി ഹാസ് എ കണക്ഷൻ വിത്ത് മൈ ലൈഫ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ദ സ്റ്റോറി ഹാസ് എ കണക്ഷൻ വിത്ത് മൈ ലൈഫ്. ഓക്കെ സീമ. ഷാബിന. ഷാബിന, Yes, sir. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഇഷ്ടപ്പെടുന്നത്. That's why I love this story. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ ലവ് എന്നുള്ളതിന് പകരം ലൈക്ക് എന്ന് മതി. ലവ് എന്ന് പറഞ്ഞാല് ഇഷ്ടപ്പെടുക എന്നല്ല, സ്നേഹിക്കാന്നായിരിക്കും. കുഴപ്പമില്ല, ശരിയാണ്, കറക്റ്റ്. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ്. ഐ ലൈക്ക് ദി സ്റ്റോറി, ഞാൻ ഈ കഥ ഇഷ്ടപ്പെടുന്നു. ദാറ്റ് ഈസ് വൈ ഐ ലൈക്ക് ദി സ്റ്റോറി. ഇനി അടുത്തത്, ഇതുവരെ ഞാൻ കഥ പറഞ്ഞിട്ടില്ല. I have not told the story yet. കറക്റ്റ് ആണ്. ഐ ഹാവ് നോട്ട് ടോൾഡ് ദ സ്റ്റോറി യെറ്റ്. അല്ലെങ്കിൽ വേറെ രീതിയിലും അത് പറയാം. സോ ഫാർ, ഇതുവരെ. അല്ല, സോ ഫാർ, ഇതുവരെ നടത്തുന്നു. സോ ഫാർ ഐ ഹാവ് നോട്ട് ടോൾഡ് ദ സ്റ്റോറി, ഞാൻ കഥ പറഞ്ഞിട്ടില്ല. യെസ്, ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ കരുതുന്നത്. I think വെരി ഗുഡ്. you be interested in hearing the story. യെസ്, ഈ ബി എന്നുള്ളതിന് പകരം യു ആർ ഇൻട്രസ്റ്റഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ശരിയാണ്. ഐ തിങ്ക് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഹിയറിംഗ് ദ സ്റ്റോറി. ഐ തിങ്ക് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇൻ ഹിയറിംഗ്, കേൾക്കുന്നതിൽ, ദ സ്റ്റോറി. ഓക്കെ. Okay. അല്ലെങ്കിൽ വേറെ രീതിയിലും പറയാം. ഐ തിങ്ക് യു ഹാവ് ഇൻട്രസ്റ്റ് ടു ഹിയർ ദി സ്റ്റോറി. ഐ തിങ്ക് യു ഹാവ് ദ ഇൻട്രസ്റ്റ് ടു ഹിയർ ദി സ്റ്റോറി. യെസ്, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാനൊരു 4-5 വരികളുള്ള ഒരു പാരഗ്രാഫാണ് പറഞ്ഞത്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ചുകൂടി ലെങ്ത് നമ്മൾ കൂട്ടിയിട്ട് വലിയ പാരഗ്രാഫിലോട്ട് നമ്മൾ വരും. യെസ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഓക്കെ ഷാബിന, നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്ത കാര്യങ്ങൾ മുഴുവനും ഇങ്ങനെ സിമ്പിൾ വാചകത്തിൽ നമുക്ക് പറയാം. അപ്പൊ ഭാവിയിലൊക്കെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കേണ്ടി വരികയാണെങ്കിൽ അതൊന്നും പഠിക്കണ്ട, ഇതിങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. നമുക്ക് അതനുസരിച്ച് അതങ്ങോട്ട് പറഞ്ഞാൽ മതി. ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് മറുപടി പറയേണ്ടി വരികയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ട്രാൻസ്ലേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം.
Yes. അടുത്തത് ഞാനൊരു മിസ്പ്ലക്റ്റ് ആയ ഒരു സ്പെല്ലിംഗ് പറയാം, നിങ്ങൾ അതിനൊന്ന് കറക്റ്റ് ചെയ്യണം. ഞാൻ പറയുന്ന സ്പെല്ലിംഗ് ക്യാപിറ്റൽ ലെറ്ററിൽ കുറച്ച് അകത്തെ എഴുതികൾ എഴുതിയാൽ മതി. അപ്പൊ അതിന് നമുക്ക് റെഡിയാക്കി എടുക്കാം. A K C P. ഇതിന്റെ പ്രത്യേകത, ഇനി ഞാൻ പറയാൻ പോകുന്ന എല്ലാ വാചകങ്ങളിലും ആദ്യത്തെ ലെറ്റർ പി ആയിരിക്കണം. പി ആദ്യം വരുന്ന സൈസ് ഇതൊരു കറക്റ്റ് വേർഡാക്കി മാറ്റുക. ഷാബിന, അനുമോൾ, അനുശാന്തി. ഷാബിന, അനുമോൾ, അനുശാന്തി. കറക്റ്റ് ആൻസർ ആണ്. എല്ലാവരും പാക്ക് എന്ന് പറയുന്ന ആൻസർ ആണ്. അടുത്തത് പി ഐ എൻ എ. അനുമോൾ, ലക്ഷ്മി മോഹൻ. അതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നില്ല. അനുമോൾ, നിത അല്ലേ? ലക്ഷ്മി മോഹൻ, നിത. കറക്റ്റ് ആൻസർ ആണ്. യെസ്, പെയ്. അടുത്തത് എൽ പി എം എ. അനുശാന്തി, ലക്ഷ്മി, സീമ. അനുശാന്തി, ലക്ഷ്മി, സീമ. യെസ്. സർ ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞത്. പാം, പി എ എൽ എം, പാം, പി എ എൽ എം. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, പി എ എൽ എം. അടുത്തത് സി ഐ എൻ എ പി. അനുമോൾ, ഷാബിന, അനുശാന്തി. അനുശാന്തി സ്പെല്ലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. അനുമോൾ, ഷാബിന, അനുശാന്തി. പിക്നിക് അല്ലേ? പാനിക്, പാനിക്, പാനിക്. യെസ്, പാനിക്. ഓക്കെ 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 ഓക്കെ. അടുത്തത് എ പി ടി ഐ എൻ. ഓ അതല്ലല്ലേ, ഡി അല്ല, ടി ആണ്. ടി 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 ടി. നിത, IBU, അനുശാന്തി. നിത, IBU, അനുശാന്തി. പെയിന്റ് ആണ്, പെയിന്റ്. അടുത്തത് ഇ എൽ ഇ പി. ഷാബിന, അനുമോൾ, IBU. ഷാബിന, അനുമോൾ,
IBU. Yes. അടുത്തത് KARP. നിത, അനുമോൾ, ഷാബില. നിത, അനുമോൾ, ഷാബില. യെസ്, പാർക്കാണ്, പാർക്ക്. അടുത്തത് LNAP. ലക്ഷ്മി, നിത, IBU അല്ലേ? ലക്ഷ്മി, നിത, IBU. അനുമോൾ ഉണ്ട്. യെസ്, അനുമോൾ. ഓക്കെ 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 ഓക്കെ. അടുത്തത് POVER. നിത, IBU. നിത, IBU. യെസ്, പ്രൂവ് ആണ്. PROVE. പ്രൂവ്. അടുത്തത് OND. D മീൻസ് ഡോഗ്. DP. ലക്ഷ്മി, അനുമോൾ, സീമ. ലക്ഷ്മി, അനുമോൾ, സീമ. യെസ്, പോണ്ട്, കറക്റ്റ് ആണ്. അടുത്തത് EALP. ഓക്കെ 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 ഓക്കെ. ഓ, ശരിയാണ്. ആരൊക്കെയായിരുന്നു കറക്റ്റ് ആദ്യം വന്നത്? ഞാൻ വേറൊരു വാക്ക് വെച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കറക്റ്റ് ആയില്ല. ആരൊക്കെയാണ്? പ്രീ കറക്റ്റ് ആണ്. IBU, അനുമോൾ, നിത. IBU, അനുമോൾ, നിത. യെസ് യെസ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് IONAP. T ഇല്ല. IONAP. അനുമോൾ, നിത, IBU. അനുമോൾ, നിത, IBU. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അടുത്തത് IEP. വീണ്ടും P, രണ്ട് P. IEPP. IBU, ഷാബിന, നിത. IBU, ഷാബിന ആൻഡ് നിത. യെസ്, ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അത് കയറി കറക്റ്റായിട്ട് എല്ലാം കറക്റ്റായിട്ട് പറയാൻ സാധിച്ചത്. ഇനി അടുത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരത്തില് 2 T ഉണ്ടാവണം. 2 T. ആ 2 ടീം ഒരുമിച്ചായിരിക്കണം. അത് വേണമെങ്കിൽ ആദ്യം വരാം,
അവസാനം വരാം, നടുക്ക് എവിടെയെങ്കിലും വരാം, അതൊന്നും കുഴപ്പമില്ല. 2 T ഉള്ള വാചകമാണ് എന്റെ ആൻസർ. 2 T. ഓക്കെ, അപ്പൊ ഞാൻ ഒരു മീനിങ് പറയാം. അതിന്റെ 1 വേർഡ് പറഞ്ഞാൽ മതി. അത് 2 T ഉള്ള വാക്കാണ്. 2 T. T means 10. Fasten something to something else. Fasten something to something else. ആ മീനിങ്ങിന്റെ അർത്ഥമുള്ള വേർഡ് പറയുക. അതിനകത്ത് 2 T ഉണ്ടാവും. Fasten something to something else. Very good, Shabina. Shabina. Oh, Shabina IBU Nida. Shabina IBU Nida. Yes, very good, very good. അപ്പൊ ഞാനത് നിങ്ങൾക്ക് പിടികിട്ടിയില്ലയോ എന്ന് ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. ഷാബിനെ പറഞ്ഞപ്പോ മനസ്സിലായി, അത് പിടികിട്ടി. കാരണം എന്താണെന്ന് വെച്ചാല് അറ്റാച്ച്, ATTACH, അപ്പൊ 2 T വന്നില്ലേ? യെസ്, അപ്പൊ അതിന്റെ സംഭവം പിടികിട്ടിയല്ല. അടുത്തത് ചോദ്യം ഭയങ്കര വലുതാണ്, പക്ഷെ ഭയങ്കര വലുതല്ല, ചെറുതായിട്ട് പെട്ടെന്ന് ഉത്തരം മനസ്സിലാവും. Take aggressive military actions against an enemy with weapons. Anu Shanti, Anumol, IB. Anu Shanti, Anumol, IB. Correct answer ആണ് അറ്റാക്ക്. അപ്പൊ അതിലും 2 T വന്നു, ATTACH, അറ്റാക്ക്. അടുത്തത് ഒരു fill in the blanks ആണ്, പൂരിപ്പിച്ചാൽ മതി. When you drop a piece of, PIEC, a piece of glass, it dash. When you drop a piece of glass, it dash. ബ്രേക്സിൽ 2 T ഇല്ലല്ലോ IBU. വൃത്തിയിൽ നോക്കണം, അതല്ല വേറൊരു വാക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലിറ്റിലല്ല, ചിതറുക എന്നുള്ള അർത്ഥം കിട്ടുമ്പോ കറക്റ്റ് ആവും. അതിന് 2 T ഉണ്ടായി, ഒരു T അല്ലേ ഉള്ളൂ. When you drop a piece of glass, it dash. Yes, now it is correct. IBU. Shabina. Oh, very good, IBU. IBU and Shabina. It shatters, SHATTERS. A small, flat, a small, comma, flat, comma, round object often found, FOUND, found on clothing, CLOTHAH. A small, flat, round object often found, FOUND, on clothing. Oh, flat, അതല്ല,
വ്യൂ അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം പറയാം. ബട്ടൺ അല്ലാതെ സ്മോൾ ആണ്, ഫ്ലാറ്റ് ആണ്, റൗണ്ട് ആണ്. യെസ്, നിങ്ങളുടെ ഉത്തരവ് കറക്റ്റ് അടിക്കാവുന്നത്. അപ്പൊ പറഞ്ഞോ, ആരൊക്കെയാണ് പറഞ്ഞത്? IBU, ആരൊക്കെ ഉണ്ടായിരുന്നു? 3 പേര്. IBU ഉണ്ടായി, ഷാബിന ഉണ്ടായി, പിന്നെ ആരാണ്? ലക്ഷ്മി ഉണ്ടായി അല്ലേ? യെസ്, ലക്ഷ്മി. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച വേർഡ് ലെറ്റർ ആണ്. ലെറ്റർ അപ്പൊ ചില ബനിയം അതുപോലെയുള്ള ക്ലോത്തിങ് ഒക്കെ ലെറ്റേഴ്സ് ഉണ്ടാവില്ലേ? ആ ലെറ്റേഴ്സ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. ബട്ടൺ ആൻസറായിട്ട് വന്നത് അതങ്ങോട്ട് പരിഗണിച്ചു. അടുത്തത് ചോദ്യം ഇത്തിരി ലെങ്ത് ആണ്, പക്ഷെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചു. മീൻസ്, MEANS, means of raising money by selling numbered tickets and giving prizes to the holders of the numbers drawn at random. IBU, Anu, Sima. IBU, Anu, Sima. ചോദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലോട്ടറി എന്നുള്ളത് അല്ലേ? യെസ്. അടുത്തത് ഓക്കെ. IBU. അടുത്തത് എ പെർമനന്റ് ഡ്രോയിങ് ഓൺ യുവർ സ്കിൻ. ലക്ഷ്മി, IBU, നിത. ലക്ഷ്മി, IBU, നിത. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ടാറ്റു. ടാറ്റു. യെസ്. അടുത്തത് എ സിലിണ്ടറിക്കൽ. എ സിലിണ്ടറിക്കൽ പവർ സോഴ്സ്. എ സിലിണ്ടറിക്കൽ power source. A cylindrical power source. Okay, Shabina. Very good. Shabina, IBU, Nida. Shabina, IBU, Nida. Yes, okay. Very good, very good, very good. Yes. അപ്പോ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. യെസ്, ഒരുപാട് മാർക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. യെസ്, വായിക്കാം. സീമ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ അനുശാന്തി 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ്. ലക്ഷ്മി മോഹനും 6 പോയിന്റിന് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അനുമോളല്ല, ഷാബിനക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. അനുമോൾക്ക് വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട്. യു ഹാവ് ഗോട്ട് 10 പോയിന്റ്. 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നിത റണ്ണറപ്പ് ആണ്. നിതയ്ക്ക് 11 പോയിന്റ്. 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 11 പോയിന്റ്.
IBU ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് 13 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 13 പോയിന്റ്. യെസ്. അപ്പോ പങ്കെടുത്തവർക്കും മാർക്ക് കിട്ടിയവർക്കും കുറഞ്ഞ് കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. നമുക്ക് മറ്റൊരു ട്രാൻസ്ലേഷനുമായിട്ട് നാളെ നമുക്ക് കാണാം. അടുത്ത ദിവസം നമുക്ക് കാണാം. ഓക്കെ ബൈ. ഓക്കെ.